സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരോ? ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് നടന്മാർ മാത്രമാണ്. അപ്പൊ തെറ്റ് ചെയ്ത വ്യക്തികളുടെ പേര് പുറത്തു വരണ്ടേ? ഡെഫിനറ്റ്ലി. ആ പേര് എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നില്ല, ദിലീപേട്ടനെ ഉദ്ദേശിച്ച് പറയുന്നു. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് ഹേമ കമ്മിറ്റി മുങ്ങും. നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് നല്ലവനക്ക് വേണ്ടിയല്ല, കള്ളന്മാർക്ക് വേണ്ടി. അമ്മ സംഘടനയിൽ ഒരു നടൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നടൻ അത് പഠിക്കാൻ വേണ്ടി IAS ഒന്നും അല്ലല്ലോ അത് നോക്കുന്നത്. എന്നാൽ താര നടന്മാരെന്ന് പറയുമ്പം തെറ്റ് ചെയ്യാത്തവരും ഇതിൽ പെടുന്നുണ്ടല്ലോ. റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ നടന്മാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന്. ഞാൻ ന്യായത്തോടെ നിൽക്കണം. മറ്റൊരു നടന്മാരും പറയാത്ത കാര്യങ്ങൾ ബാലച്ചേട്ടൻ പറയാൻ മുതിരുമ്പം ബാലച്ചേട്ടന് പേടിയില്ലേ? ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് സംസാരിക്കും. തെറ്റ് ചെയ്താൽ ആണോ പെണ്ണോ മൃഗമോ എല്ലാവർക്കും ശിക്ഷ കിട്ടണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. മിന്നുന്നതല്ല പൊന്നല്ല, സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം തുറന്ന് സംസാരിക്കുവാൻ ഇന്നിനോടൊപ്പം ഉള്ളത് നടനും അതിലുപരി ഒരു പച്ചയായ മനുഷ്യന്. സ്വാഗതം ചെയ്യാം ആക്ടർ ബാലചേട്ടൻ. നമസ്കാരം. നമസ്കാരം. സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരോ? വില്ലന്മാരാണോ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് പറയുന്നതല്ലല്ലോ, കാലഘട്ടം തെളിയിക്കുന്നത് പോലെ തെളിവുകൾ നിരന്നു വരുമല്ലേ? നിങ്ങളുടെ ചിന്താഗതിയുടെ ഭയങ്കര ഒരു തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരു നടനെടുത്ത് ചോദിക്കുക, ആ നടൻ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ പറയാണ്, ആണുങ്ങളോട് നിൽക്കുമോ പെണ്ണുങ്ങളോട് നിൽക്കുമോ എന്ന് ഒരു ചോദ്യം വരണോ? അങ്ങനല്ല, നിയമത്തോട് നിൽക്കും. യാർ ഭാഗത്ത് ന്യായമോ ആ ഒരു ഭാഗത്തിൽ നിൽക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നായകന്മാർ സിനിമ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അബ്യൂസീവ് കാര്യങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമയിൽ മാത്രമുണ്ടോ? ഇപ്പോൾ എയർ ഹോസ്റ്റസ് ഫീൽഡില്ല, IT ഫീൽഡില്ല, മെഡിക്കൽ ഫീൽഡില്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന റീസൺ എന്താ വെച്ചാൽ இந்த ഹേമ കമ്മീഷൻ വന്നിട്ടുണ്ട്. ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് നടന്മാർ മാത്രമാണോ? നടിമാരും ഉണ്ട്, ടെക്നീഷ്യൻസും ഉണ്ട്, പ്രൊഡ്യൂസറുണ്ട്, വ്യക്തികളാണ്. ഡോണ്ട് പുട്ട് എ നെയിം ബൈ ദർ പ്രൊഫഷൻ. എന്നാൽ താര നടന്മാരെന്ന് പറയുമ്പം തെറ്റ് ചെയ്യാത്തവരും ഇതിൽ പെടുന്നുണ്ടല്ലോ. പറയുമ്പോൾ ആര് പറയുന്നു? റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ നടന്മാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന്. ഈ നടന്മാർ എന്നുള്ള വാക്ക് മാറ്റി ആ വ്യക്തികളുടെ പേര് സൂചിപ്പിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ സിനിമയില് നടന്മാർ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ടെക്നീഷ്യൻസും இந்த കമ്മീഷനിൽ ഇരുന്നാലോ, റിപ്പോർട്ടിൽ ഇരുന്നാലോ? തെറ്റ് ചെയ്ത വ്യക്തികൾ ആരോ അവർക്ക് ശിക്ഷ കിട്ടണം. വ്യക്തികളുടെ പേര് പുറത്തു വരണ്ടേ? ഡെഫിനറ്റ്ലി. ആ പേര് എന്തുകൊണ്ട് വരുന്നില്ല? ശരിപ്പാ, അതിനിപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ കേരളത്തിലുണ്ട്, ഈ ഫീൽഡിലുണ്ട്. നമ്മൾ കുറച്ച് നേരം ഹേമ കമ്മീഷനെ മറന്നേക്കാം. வேற பாயிண்ட்டுக்கு வரேன்ப்பா, சம்சாரிக்க விடு. இந்த கமிஷனுக்கு முன்னாடி எவ்வளோ கேஸ் இருக்கு? எத்தனை கேஸ் உண்டு? എത്ര പോലീസ് കേസുണ്ട്? എത്ര കോടതിയിലെ കേസുണ്ട്? എത്ര പെണ്ണുങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര സെലിബ്രിറ്റീസുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട്? എത്ര പ്രൊഡ്യൂസറുടെ പേര് വന്നിട്ടുണ്ട്? എത്ര ഡയറക്ടേഴ്സുടെ പേര് വന്നിട്ടുണ്ട്? എത്ര നടന്മാരുടെ പേര് വന്നിട്ടുണ്ട്? എത്ര മ്യൂസിക് ഡയറക്ടേഴ്സുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട്? നിലവിൽ കേസുണ്ട്, കോടതിയിലും കേസുണ്ട്. ഇതെല്ലാം സോൾവ് ആയോ? ഇതൊക്കെല്ലാം തീരുമാനമാക്കിയിട്ട് പിന്നെ സംസാരിക്കാൻ പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ നടക്കുമോ? ശരി, ഇപ്പോൾ ഹേമ കമ്മീഷനുക്ക് നമ്മൾ വരാം. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് അതിലുണ്ടോ? ക്രൈം കേസ് എന്തെങ്കിലും ഉണ്ടോ? ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ആളുകളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അങ്ങനല്ല, വെളിപ്പെടുത്തണല്ലേ? ഇല്ല. നിന്റെ അഭിപ്രായം എന്താ? വെളിപ്പെടുത്തണം. വെയിറ്റ്, ഇപ്പോൾ നിന്റെ അറിവിൽ തന്നെ ഈ കുറേ കേസുകൾ നീ കേട്ടിട്ടുണ്ടാവില്ല? ഉറപ്പായിട്ടും. ഉദാഹരണത്തിന് 2-3 പേര് പറ. അത് ഞാൻ പറയുന്നതിനേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാലചേട്ടൻ പറയുന്നതാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, സിനിമാടനായ ബാലചേട്ടനല്ലേ അതിന് പറയാം. നീ അഭിനയിക്കണ്ട. ഇപ്പം നമ്മൾ രണ്ടുപേരും അഭിനയിക്കുന്നില്ലല്ലോ. ഇല്ല, യഥാർത്ഥ വ്യക്തിയല്ല. ഞാൻ ചോദിക്കുന്നത് ഇൻ്റർവ്യൂ എടുക്കുന്ന അജിനെടുത്തില്ല, സാധാരണ അനിയൻ അജിനെടുത്ത് ഞാൻ ചോദിക്കുന്നു. നിനക്ക് അറിയാമല്ലോ കുറേ കേസ്, കുറേ പേര് അറിയാമല്ലോ. ഒരു 2 പേര് ചൊല്ലേ. ഞാൻ ആ പേര് പറഞ്ഞ ഒരു പക്ഷെ ശരിയാവത്തില്ലല്ലേ? നിനക്ക് പോലും പേടിയുണ്ടല്ലേ?
അപ്പം നീ മാത്രം നിനക്ക് തുറന്നു പറയാൻ പറ്റില്ല, പിന്നെ എൻ്റെ അർഹതയുടെ പേരിലാണ് നീ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിടുന്നു പറയുന്നത്. എല്ലാവരും മടിക്കുക. ഞാൻ പേര് പറയാത്ത കാരണം ഞാൻ റിപ്പോർട്ടായിട്ടൊന്നും പോകുന്നില്ല. ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടുന്നുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് പേര് വെളിപ്പെടുത്താനുള്ളത്. ഇപ്പൊ നടന്മാര് 10 പേര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 11ാമത്തെ നടനും അത് തെറ്റുകാരനാ. യു ആർ ടെല്ലിങ് എ റീസൺ, ദേ ആർ ടെല്ലിങ് എ റീസൺ. ഇത്രയേ ഉള്ളൂ. ഞാൻ ബാലാന്ന് പറയുന്ന വ്യക്തി പേര് വച്ചിട്ട് തുറന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, എന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ പേരുകൾ കോർട്ടിലെ കേസും ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? அதுதான் நான் மனசு திறந்து வேதனையில் சொன்னேன். ஒரு பெண்ணு கேஸா துபாய்க்கு ஓடி போயிரு, துபாய்க்கு ஓடி போயிட்டு நீ அங்கே போய் ஜாமீன் கிடைக்கிற வரைக்கும் துபாயில் அடித்து பொலுக்கி எனக்கு ஜாமீன் கிடைச்சிடும். ஜாமீன் கிடைச்ச பிறகு இங்கே வரத்துக்கு முன்னாடி யாரெങ്കിലും ഒരാളെ ഏൽപ്പിച്ച് സെറ്റിൽമെൻറ്റ് സംസാരിക്കുക ആ പെണ്ണുമായിട്ട്. പിന്നെ കേസ് തകർന്നു പോകും. ഒരുപാട് ഗ്രൂപ്പ് ഇതല്ലേ സംഭവിക്കുന്നത്? സംഭവിച്ചോ ഇല്ലയോ? സംഭവിച്ചു. ആ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല അജിൻ. വാട്ട് ഈസ് ദ റിസൾട്ട്? நம்ம ஒரு ஆக்ஷன் எடுக்கிறோம். ஃபஸ்ட்டு ஒரு காரியம் நீங்கள் മനസ്സിലാക്കണം. இந்த ஆக்ஷன் காரணம் എന്തെങ്കിലും റിസൾട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. റിസൾട്ടേ വരാத பட்சத்தில் ஏன் 5 வருஷம் കമ്മിറ്റി எதுக்கு 1 கோடி ரூபா மேலே செலவு ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ആർക്കെങ്കിലും ശിക്ഷ കിട്ടുമോ? ഇത് ക്രൈം കേസിൽ വരുമോ? ഇതൊക്കെ അറിയാമോ നിങ്ങൾക്ക്? നിയമം അറിയാമോ? അറിയാത്തത് കുറേയുണ്ട്. സോ അതിൻ്റെ ഒരു വിരക്തിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നുമില്ലപ്പാ, ഇപ്പോൾ ചൈൽഡ് അബ്യൂസെന്ന് சொல்கிறீங்க ഇല്ല, കേസ് ഇருக்கு. ആ പെൺകുട്ടിക്ക് ഞാനിത് സർക്കാസ്റ്റിക് ആയിട്ടില്ല പറയുന്നത്, റിയാലിറ്റിയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. പെൺകുട്ടി പുറത്ത് പറയുമ്പോൾ അതൊരു ധൈര്യം വരണമെങ്കിൽ ഒരു പ്രായം എത്തണം അല്ലേ? അപ്പോൾ ആ പ്രായം എത്തിക്കഴിഞ്ഞു. അതിന് ഒരു 4 വർഷമായി. പിന്നെ ഈ ന്യൂസും കാര്യങ്ങളും കോടതിയും പോകുമ്പോൾ അതിൽ ഒരു 2-3 വർഷമായി. இப்போ அந்த பொண்ணுக்கு ஒரு 22 വയസ്സെന്ന് വെച്ചോ. இந்த പെണ്ണ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹേമ കമ്മീഷനുக்கு പോവാം, പറയാറുണ്ട് ചൈൽഡ് അബ്യൂസ് നടന്നത് തുറന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം ആയിடுச்சு ഹേമ കമ്മീഷൻ. ഇപ്പോഴാണ് വരുന്നത്. ഇപ്പം அந்த பொண்ணுக்கு കല്യാണമായി, കുട്ടികളായി. ഇത് വെച്ചോ, ഒരു ഉദാഹരണത്തിന് പറയാണ്. ഭർത്താവ് എടുത്ത് நம்ம കുടുംബമായിട്ട് പോയി കോടതിക്ക് പോയിട്ട് കണ്ടസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? എങ്ങനെ? നീ ചുമ്മാ ചിന്തിച്ച് പറ, ലാജിക്കലാக ചുമ്മാ ചിന്തിച്ച് പറപ്പാ. ആ പെൺകുട്ടി ഈ കേസുമായിട്ട് വച്ചിട്ട് ജീവിതം ഒരു പ്രാവശ്യം അബദ്ധം സംഭവിച്ചു പോയി, വലിയ ഒരു ട്രാജഡി സംഭവിച്ചു പോയി. ഇനി ജീവിക്കുന്ന കാലം മുഴുവൻ ഇങ്ങനെ നടക്കണോ? 8-10 കൊല്ലം ഇതിനു വേണ്ടി നടക്കണോ? ശരി, അവളെ വിവാഹം കഴിച്ച ഭർത്താവ് ഇതിൻ്റെ പുറകിൽ നടക്കണോ? ആ കുട്ടി വളർന്നു വരുമ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ആരോ പീഡിപ്പിച്ചെന്ന് അറിയണോ? ഇതൊക്കെ അവർക്ക് ചിന്താഗതി വരൂല്ലേ? വരും. അപ്പോൾ പിന്മാറൂല്ലേ? അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ സംഭവിക്കണം? உங்ககிட்ட எவிடன்ஸ் இருக்குது, தெளிவு இருக்குது, எல்லாம் இருக்குன்னா உன்னால் நியமம் கொடுக்க முடியும்னா அது பெட்டன்னு நடத்து. சும்மா லாக் அடிக்க வேணாம். അടുത്തൊരു ഹേമ കമ്മീഷനുക്ക് മുമ്പേ പേരെടുത്ത് നീ പറയണ്ട. ഓക്കെ, ഹേമ കമ്മീഷനുക്ക് മുമ്പേ ഈ കേരളമേ നെറ്റിപ്പോയ ഒരു കേസുണ്ടല്ലോ, പീഡന കേസുണ്ടല്ലോ. ഉണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്നു പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. 7 കൊല്ലമായി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്ക്. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെങ്കിൽ 7 കൊല്ലമായിട്ട് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നില്ല, ദിലീപേട്ടനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ദിലീപേട്ടൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ 7 കൊല്ലം അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മാനസികമായിട്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടന് ശിക്ഷ കൊടുക്കണ്ടേ? ഞാൻ ന്യായത്തോടെ നിൽക്കണേ. അത് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? ഇതിന് 7 കൊല്ലം നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലെല്ലാം பார்த்துருக்கேன். കോടതിയിൽ ഞാനും കയറി ഇറങ്ങുന്നതാണ് കുറേ കേസെല്ലാം. എന്താ കൊലപാതകം ചെയ്തതിനേക്കാളും കൊലപാതകം ചെയ്യാൻ ഏൽപ്പിച്ചവനാണ് തെറ്റുകാരൻ. அந்த கொலபாதகம் செய்தவனே உன் கையில் இருக்கான், அந்த அபத்தம் செய்தவனே உன் கையில் இருக்கான். உனக்கு எவிடன்ஸ் பிடிக்கிறதுக்கு, போலீஸுக்கு பிடிக்கிறதுக்கு 7 கொல்லம் எடுக்குமா? 7 கொல்லம் எடுக்குமா? இதெல்லாம் நாட்டுக்கார எல்லாரும் விசுவசிச்சிருக்கீங்களா? ஏன் இந்த லா ப்ராசஸ் இவ்வளோ ലാഗ് അടിക്കുന്നത്? അപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ വെറും വ്യാജമാണോ? ഇപ്പോൾ റിപ്പോർട്ട് കേൾപ്പോൾ 5 വർഷം
5 வருஷம் ஏன்றேன், இதுக்கு 1 கோடி. அப்படின்னா என்னோட ചോദ്യത്തിൽ ന്യായം ഉണ്ടല്ലേ? 5 വർഷം ഒരു റിപ്പോർട്ടുക്ക് വേണ്ടി നീ ഇത്രയും വെയിറ്റ് ചെയ്തു. ഇതിൽ ശിക്ഷ നടപ്പാത്തിന് ഇനി 5 വർഷമാ? 5, 7, 8 ആയിരിക്കും. ആയിരിക്കും അല്ലേ? സംഭവിക്കുമോ എന്നാണ് ആൾക്കാർക്ക് ഡൗട്ട്. ചിലപ്പോൾ ശിക്ഷ ചെയ്ത ആൾ ചത്തുപോയാലോ? തെറ്റ് ചെയ്ത ആൾ ചത്തുപോയാലോ? ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? മേൽലോകത്തിൽ പോയി ശിക്ഷ കൊടുക്കുമോ? ആ ചാവനവരെ വെയിറ്റ് ചെയ്യാമല്ലേ? മറ്റൊരു നടന്മാരും പറയാത്ത കാര്യങ്ങൾ ബാലച്ചേട്ടൻ പറയാൻ മുതിരുമ്പം ബാലച്ചേട്ടൻ്റെ പേടിയില്ലേ? ഇല്ലപ്പാ, ഞാൻ എൻ്റെ അറിവ് കൊണ്ടല്ല സംസാരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കാം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇത്രയും സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ ബാലച്ചേട്ടന് ഇപ്പം ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, പവർ ഗ്രൂപ്പുണ്ട്. അപ്പം ബാലച്ചേട്ടൻ ഇതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ? ബാലച്ചേട്ടന് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ? ബാലച്ചേട്ടൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പം ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ബാലച്ചേട്ടനെ സപ്പോർട്ട് ചെയ്തിരുന്നോ? പവർ ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പ്. എന്നെ പവർ ഗ്രൂപ്പ് നീങ്ങളെ പേര് വെച്ചിട്ടില്ല? പവർ ഗ്രൂപ്പിന് അങ്ങനെ ഉണ്ടോ? പവർ അത് സിനിമയിലുള്ള ബാലച്ചേട്ടനോട് ഞാൻ ചോദിക്കുവാണ്, അങ്ങനെ ഗ്രൂപ്പുകളുണ്ടോ സിനിമകളിൽ? ഫസ്റ്റ് ഒരു കാര്യം, പ്രശസ്തിയുള്ള ആളുകളെ ടാർഗറ്റ് பண்ணாதீங்க. நான் மோகன்லால், மம்முக்கா எல்லாரும் உள்படுத்தி தான் சொல்கிறேன். பிரசஸ்தி சும்மா நீங்கள் லாஜிக்கலாக திங்க் பண்ணி பாருங்கள் சார். பிரசஸ்தி உண்டு, காசு இருக்குது, எல்லா அங்கீகாரம் உண்டு, எல்லா ஆக்சசிபிலிட்டியும் இருக்குன்னு ഇത്രയും വലിയ സ്റ്റാർസ് സെക്സ് വയ്ക്കുന്നതിന് അവർ അച്ചീവ് ചെയ്ത ഫീൽഡിന് ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ ഫോറിൻ ടിക്കറ്റ് എടുത്തിട്ട് പോവാം ചെയ്യാനാണെങ്കിൽ. അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ. സേഫ് അതല്ലേ? സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഞാൻ சொல்கிறேன், മേലിൽ இருக்கிற ആളും ഇല്ല, കീഴിൽ இருக்கிற ആളും ഇല്ല, ഇടയ്ക്കുള്ള ആളുകളാണ്. ഇടയ്ക്കുള്ള ആൾക്കാരുടെ പേര് പുറത്ത് കൊണ്ടുവരും. നിങ്ങൾ പ്രശസ്തിയെ വെച്ചിട്ട് ടാർഗറ്റ് பண்ணீங்கன்னா യഥാർത്ഥ പ്രതി നിങ്ങൾ കയ്യിൽ കിട്ടില്ല. നിങ്ങൾ വലിയ വലിയ ആളുകളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കിത് ഒരു ബൂം ന്യൂസ് ആക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു ശിക്ഷ കിട്ടും വിചാരിക്കുന്ന அந்த ആറ്റിറ്റ്യൂഡ് നിർത്തുക. ശരിക്കുമുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക, ശരിക്കും തെറ്റ് ചെയ്യുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുക. അതിന് കേസ് ഉണ്ട്, ഇപ്പം ഇല്ല, പണ്ട് തൊട്ടേ ഉണ്ട്, എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ വയനാട് വന്നപ്പോൾ വയനാടെ കുറിച്ച് കുറേ നാൾ ന്യൂസ്. വയനാടുക്ക് മുമ്പ് அந்த லாரி സ്ലൈഡിനെ കുറിച്ച് മാത്രം അർജുൻ്റെ കേസ്. ഇപ്പോൾ വയനാട് കഴിഞ്ഞു, ഇപ്പോൾ ഹേമ കമ്മീഷൻ, ഇതേക്കുറിച്ച് കംപ്ലീറ്റ് ന്യൂസ് വരും. കുറച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ ആരെങ്കിലും ഒരു ന്യൂസ് പോടുവാൻ, ചിന്ന വെള്ളം വന്നത് കംപ്ലീറ്റ്. നിങ്ങൾ ഈ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് മറതിയാണ്. പിന്നെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് നല്ലവനക്ക് വേണ്ടിയല്ല, കള്ളന്മാർക്ക് വേണ്ടിയാണ്. അമ്മ സംഘടനയിൽ ഒരു നടൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടൻ അത് പഠിക്കാൻ വേണ്ടി IAS ഒന്നും അല്ലല്ലോ അത് നോക്കുന്നത്. എന്തുകൊണ്ട് വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അതിന്? ഞാൻ ഇത് ക്ലീനാக ഉங்ககிட்ட വളരെ ക്ലിയറായിട്ട് സ്റ്റാർട്ടിങ്ങിലേരുந்தே ഞാൻ ഒരു കാര്യം പറയുന്നു. ഹീമ കമ്മീഷനെ വിട്ട്, അമ്മ അസോസിയേഷനെ വിട്ട്, எல்லாத்தையும் விட்டு ஒரு பெண்குட்டி, ஒரு വ്യക്തി அவளோட செல்ஃப் எஸ்டீமை மறந்துட்டு, நடந்த சம்பவத்தை, சொசைட்டி உள்ள ஒரு பேடியை மறந்துட்டு, அச்சனம்மா குற்றம் பறைவோ, பந்துக்கள் குற்றம் அதெல்லாம் மறந்துட்டு, அவளோட കരിയറെ മറന്നിട്ട് വന്ന് ഒരു ഹെൽപ്പ് ചോദിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, കോടതിക്ക് പോയിട്ടുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ ഹീമ കമ്മീഷനെ കുറിച്ച് സംസാരിക്കും. ഇത് നടന്നല്ലോ, അതൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ എന്തെങ്കിലും ഒരു നിവൃത്തിയോ നടന്നിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ? ഇല്ല. നടക്കാത്തതിന്റെ കാരണം അതാണ് ചോദിക്കുന്നത്. നടക്കാത്തതിന്റെ കാരണം എന്താ? നിയമം, ലോ പഠിക്കണം, എല്ലാവരും പഠിക്കണം. അതാണ്. നീ ലാഗടിച്ച് എല്ലാத்துக்கும் ഒരു എക്സ്പയറി ഡേറ്റ് இருக்குப்பா. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് இருக்குது. அந்த எக்ஸ்பைரி டேட் வரும்போது எல்லா இமோஷனும் செத்து போகும். നഷ്ടപ്പെട്ടതെല്ലാം പോട്ടെ, അടുത്ത ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പോകും. ഇതാ സംഭവിക്കുന്നത്. എൻ്റെ അവസാന വാക്കുകൾ ഞാൻ പറഞ്ഞേക്കാം. ഹീമ കമ്മീഷൻ വന്നതുകൊണ്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് തിരിച്ചറിയണം. കാരണം നാളെ ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇതുകൊണ്ട് 4 പേർക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ഒരു സംശയം തന്നെയാണ്. പക്ഷേ ഇനി തെറ്റ് ചെയ്യുന്നവർ അത് പേടിക്കും. പ്രശസ്തിയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യരുത്. ഇവിടെ ഈ ഭൂമിയിൽ കാശിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒരു ആണിനെ അബ്യൂസ് ചെയ്യുന്ന പെണ്ണുകൾ കുറേ പേരുണ്ട്. അതേപോലെ പെണ്ണിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അബ്യൂസ് ചെയ്യുന്ന ആണുകളും ഉണ്ട്.
ഇങ്ങനെ പെണ്ണുകളുണ്ട് ആണുങ്ങളുണ്ട്. സോ ജെൻഡർ വൈസ് നിങ്ങൾ തീരുമാനിക്കേണ്ട. തെറ്റ് ചെയ്താൽ ആണോ പെണ്ണോ മൃഗമോ എല്ലാവർക്കും ശിക്ഷ കിട്ടണം. അത് കിട്ടിയാൽ അന്ന് ഞാൻ നിയമത്തെ സല്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഇതാണ് കാര്യമെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ബുദ്ധിപൂർവ്വം ജീവിതത്തിൽ നമ്മൾ തന്നെ കണക്ക് മേലുള്ള ദൈവമുണ്ട്, ദൈവമാണ് കണക്ക് പറയുന്നത്. നമ്മൾ തന്നെ മനസ്സാക്ഷിക്ക് നല്ലത് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. താങ്ക് യു സോ മച്ച്.